ഗൈസ് ഹോം ബേക്കേഴ്സ് ഒക്കെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ട് ഓരോ കഥ പറയുന്ന റീൽസ് നിങ്ങളുടെ ഫീഡിൽ വരലില്ലേ? അതേപോലെ എന്തെങ്കിലും കഴിക്കാൻ തരുമെന്ന് ചെറിയ തട്ടുകടയിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നവരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചിട്ട് അവർ കൊടുക്കുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന റീൽസും നിങ്ങളുടെ ഫീഡിൽ വരലുണ്ടാവും. പക്ഷെ അതേപോലെ എൻ്റെ അടുത്ത് ഇപ്പോൾ മീൻ ഫ്രീ ആയിട്ട് ഒരാൾ ചോദിക്കുവാണെങ്കിൽ തരില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം മീൻ ഫുഡ് പോലെ ഒരു അത്യാവശ്യ സംഭവം അല്ല. പിന്നെ കഴിഞ്ഞ കൊല്ലം വേറൊരു അനുഭവം ഉണ്ടായി. ഒരാൾ എന്നെ ഒരു ഉച്ച സമയമായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഞാൻ ഇന്ന ഗപ്പി ഫാമിൽ നിന്ന് വിളിക്കാം, ബ്രോൻ്റെ നിന്ന് ഒരുപാട് ഫിഷ് ഒക്കെ എടുത്തിട്ടുണ്ട്, ബ്രോയ്ക്ക് എന്നെ അറിയില്ലേ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു. നമുക്ക് ഒരുപാട് കോൾ വരാറുണ്ട്, ഒരുപാട് പേർക്ക് ഫിഷ് അയച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ബ്രോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എന്താ ബ്രോ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്നോട് ചേർത്തലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ പേരൊക്കെ പറഞ്ഞിട്ട്, ബ്രോ ഞാൻ അവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയി തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടീന്റെ ചെയിൻ പൊട്ടി ബൈക്കിന്റെ, പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ട് ഫോണും പേഴ്സും എടുക്കാൻ മറന്നുപോയെന്നും പിന്നെ ആകെ അറിയുന്ന നമ്പർ അച്ഛൻ്റെയാണ്, അച്ഛൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല എന്നും പറഞ്ഞു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തപ്പോഴാണ് യൂട്യൂബിൽ ബ്രോന്റെ നമ്പർ കിട്ടുമല്ലോ, ബ്രോ പരിചയമുള്ള ഒരാളാണല്ലോ, ബ്രോ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, ഒരു 500 രൂപ എനിക്ക് അയച്ചു തരണം, ഞാൻ വീട്ടിലെത്തിയ ഉടനെ തിരിച്ചയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനൊരു 90% കൺവിൻസ്ഡ് ആയി. പിന്നെ ആ 10% ഇൻ കേസ് ഇത് ജെനുവിൻ ആണെങ്കിൽ ഞാനിത് കൊടുത്തില്ലെങ്കിൽ ബ്രീഡർമാരുടെ ഇടയിലൊക്കെ ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനാണെന്ന് എല്ലാവരും പറയൂലേന്ന് ഒരു ചിന്ത വന്നു. അതിൽ മൂപ്പര് വിളിച്ച നമ്പറിലേക്ക് ഞാൻ പൈസ ഇട്ട് കൊടുത്തു. ഇയാളുടെ ആന്ന് പറഞ്ഞ് ഇയാളൊരു നമ്പർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ എനിക്കൊരു കോൺടാക്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഇയാൾ എന്നെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ബ്രീഡേഴ്സുള്ള ഒരു ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് ഇയാളുടെ വണ്ടീൻ്റെ ചെയിൻ ബ്ലഡ് കൊടുക്കാൻ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട്.